റിയാസ്, ഞാൻ തിരിച്ചെത്താൻ നമുക്ക് ഇപ്പോൾ കോഴിക്കോടിന്റെ വനമേഖലകളിലൊക്കെ തെരച്ചിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റഫീഖ് തൊട്ടുമുക്കം ചേരുന്നു. റഫീഖ്, ആരൊക്കെയാണ് ആ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്? എന്ത് വ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തെരച്ചിൽ നടത്തുന്നത്? ഫിജി, ഇന്ന് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയായ മുക്കം, തിരുവമ്പാടി, കോടഞ്ചേരി സ്റ്റേഷൻ പരിധികളിലെ പുഴകളിലാണ് ഇപ്പോൾ തെരച്ചിൽ ആരംഭിക്കുന്നത്. ഈ തെരച്ചിലിന് ആധാരമായത് വയനാടിന്റെ ഒരു സൈഡ് നമ്മുടെ ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അതിന്റെ മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ നമ്മളെ ഈ തീരത്തുള്ള പുഴകളിൽ ഉണ്ടോ എന്നുള്ള ഒരു തെരച്ചിലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്. നിലവിൽ ഇന്ന് രാവിലെ താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദ് സാറിന്റെ ഒരു വോയിസ് മെസ്സേജും ഒരു റൈറ്റപ്പും കണ്ടു. അതായത് വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു മെസ്സേജിന്റെ ഫലം വലിയ രീതിയിലാണ് അത് പ്രതികരണം ഉണ്ടാക്കിയിട്ടുള്ളത്. പല ഭാഗത്തു നിന്നും, അതായത് സ്റ്റേഷൻ പരിധികളിൽ മുങ്ങലിന് തങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരുപാട് ആളുകൾ സ്റ്റേഷൻ പരിധിയിൽ എത്തുകയും അതിന്റെ ഭാഗമായിട്ട് അതാത് പുഴകളിലെ പരിചയസമ്പന്നരായ മുങ്ങൽ വിദഗ്ധരുമായിട്ടാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത്. റഫീഖ്, മറ്റൊരു കാര്യം, ഇപ്പോൾ റഫീഖിനെ ഞാൻ ആ വിവരം കൂടി റഫീഖിനെ അറിയിക്കാം. 4 പേരെ ഇപ്പോൾ ജീവനോടെ കണ്ടെത്തി എന്നുള്ളത് വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ് അത്. തീർച്ചയായും ഇത് സൈന്യത്തിന് സംബന്ധിച്ച് കൂടുതൽ ഊർജം നൽകുന്ന, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കെല്ലാം ഊർജം നൽകുന്ന ഒരു കാര്യമായി കാണേണ്ടതില്ലേ? ഈ വനമേഖലകളിൽ പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഇപ്പോൾ കോഴിക്കോടിന്റെ ആയാലും അല്ലെങ്കിൽ മറ്റ് വയനാടിന്റെ ഒക്കെ വനമേഖലകളിലേക്ക് ഓടി മാറിയവർ അവിടെ ഒരു രക്ഷ തേടി കാത്തിരിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയല്ലേ ഇത്? തീർച്ചയായും ഫിജി, ഇത് നമുക്കിപ്പോ ഈ 4 പേരെ ജീവനോടെ സൈന്യത്തിന് രക്ഷിക്കാൻ പറ്റി എന്നുള്ള വാർത്ത തീർച്ചയായും വളരെ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും, അതായത് ജീവനോടെയോ അല്ലാതെയോ ഈ തങ്ങി നിൽക്കുക എങ്ങനെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടിയിട്ടാണ് ഇപ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു സന്നദ്ധ സേനകളുടെ അടക്കമുള്ള ഒരു പരിശോധന നമുക്ക് ഫലം കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷയുള്ളത്. അപ്പൊ ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ചേരുന്ന ഭാഗങ്ങൾ, അതുപോലെ ഈ കോടഞ്ചേരി സ്റ്റേഷൻ പരിധിയിലെ പുഴകള്, മുക്കം സ്റ്റേഷൻ പരിധിയിലെ പുഴകളിലൊക്കെയാണ് ഇപ്പം ഡ്രോൺ അടക്കമുള്ള ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പരിശോധനകൾ മുന്നോട്ട് പോകുന്ന. ഡ്രോണുകളടക്കം ഇതിന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ നിരവധി സന്നദ്ധ പ്രവർത്തകർ, അതായത് പല ഭാഗത്തുള്ള ഈ മെസ്സേജ് വന്നതിന് പുറമെ തന്നെ നിരവധി സന്നദ്ധ സേനകളടക്കം ഈ അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുകയും അതിലെ സ്ഥിരം അതായത് നമ്മൾ ഈ മലയോര മേഖലയിലെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഉരുൾപൊട്ടലിൽ നിരവധി കുടുംബങ്ങളെ നഷ്ടപ്പെട്ടൊരു നാട് കൂടിയാണ് പുല്ലൂരാമ്പാറ. തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറ എന്ന് പറഞ്ഞ ഒരു 2012 ഒരു വീട്ടിൽ 5 പേരടക്കം നിരവധി ജീവനുകൾ പൊലിഞ്ഞ വലിയ ഉരുൾപൊട്ടലുണ്ടായ ഒരു ഏരിയ കൂടിയാണ് ഈ പുല്ലൂരാമ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പം അവിടുന്നുള്ള അന്നും ഇതുപോലെ കുറെ ദിവസം കഴിഞ്ഞിട്ടൊക്കെ മൃതദേഹങ്ങൾ കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് ഇന്നത്തെ ഈ ഒരു ഡ്രോൺ അടക്കം, അതുപോലെ പോലീസിന്റെ സഹായം. ശരി, മനസ്സിലാക്കാം. എന്തായാലും ഡ്രോൺ ഉയരത്തിലുള്ള ദൃശ്യങ്ങൾ അത് പകർത്തും ഇത്തരത്തിൽ ജീവനോടെ അവിടെ രക്ഷ കാത്തു നിൽക്കുന്നവരെയും അല്ലെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയും ഒക്കെ കണ്ടെത്താൻ കഴിയും. എന്തായാലും വലിയ ആശ്വാസത്തിന്റെ ഒരു